ഓരോ വർഷവും കാശി ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പില്ലേ എന്തെങ്കിലും കാരണങ്ങളുണ്ട് അത് മുടങ്ങിപ്പോയിട്ടേ ഉള്ളൂ കേട്ടോ. പക്ഷെ ഇത്തവണ ആണെന്നുണ്ടെങ്കിൽ വിത്തിൻ എ വീക്ക് നമ്മൾ പ്ലാൻ ചെയ്തു, അത് എക്സിക്യൂട്ട് ചെയ്തു. അതാണ് അതിൻ്റെ ഒരു ഡിവൈൻ പവർ എന്ന് പറയുന്നത്. ചിലർ ഞങ്ങളോട് പറഞ്ഞിരുന്നു, അതായത് മൂപ്പരങ്ങ് വിചാരിച്ചാൽ ആ സമയത്ത് നമ്മൾ അവിടെ എത്തിയിരിക്കും, അത് ആരെ കൊണ്ടും നമ്മളെ തടുക്കാനായിട്ട് പറ്റില്ല എന്നുള്ളത് അതൊരു യാഥാർത്ഥ്യമാണ് കേട്ടോ. കാരണം കാശി സ്ട്രീറ്റ്സിലൊക്കെ ഇങ്ങനെ തിരക്കില്ലാതെ നടക്കുക, അതുപോലെ കാശി അമ്പലത്തിൽ ചെന്ന് 2 പ്രാവശ്യം തിരക്കില്ലാതെ ക്യൂ നിൽക്കാതെ തൊഴാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരും തന്നെ വിശ്വസിക്കില്ല. പക്ഷേ അതാണ് അവിടെ നടന്നത്. നമ്മൾ എത്തിപ്പെട്ടത് തീരെ തിരക്കില്ലാത്ത 2-3 ദിവസങ്ങളിലായിരുന്നു കേട്ടോ. ഫ്രണ്ടിൽ തന്നെ ഇന്ന് ഗംഗ ആരതി കാണാൻ പറ്റുക, 2 തവണ കാശി അമ്പലത്തിൽ ചെന്ന് തൊഴാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ് ഇസ് സീരിയസ്ലി എ ബ്ലെസ്സിങ്. അപ്പോൾ കാശിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് മണികർണിക ഘാട്ടാട്ടോ. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് വല്ലാതെ വിഷമിക്കും. രണ്ടാമത്തെയാണ് എന്നുണ്ടെങ്കിൽ ഈ ഗംഗാ ആരതി നടക്കുന്ന സ്ഥലമാട്ടോ. ഗംഗാ ആരതി കണ്ടു കഴിയുമ്പോഴല്ലേ ഒരു ഡിവൈൻ ഫീലിംഗ് അല്ലെങ്കിൽ ഒരു ഡിവൈൻ പവർ ആട്ടോ നമുക്ക് കിട്ടുന്നത്. കാശി കഥകൾ ഒരുപാടുണ്ട്, പറഞ്ഞാലും തീരില്ല.